അപ്പോൾ ഈ ബാഹുബലി ചിത്രത്തിൽ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നല്ലോ എൻഡിൽ. അതായത് ബാഹുബലിയെ കൊന്നത് എന്തിനു വേണ്ടി, കട്ടപ്പ ബാഹുബലിയെ കൊന്നത് എന്തിനു വേണ്ടി. അത് പിന്നെ ഇന്ത്യ ഫുള്ളാകെ, തമിഴിൽ, മലയാളത്തിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ എല്ലാവരും ഇത് ഒരു ചോദ്യമായിരുന്നു. ബാഹുബലിയെ കട്ടപ്പ എന്തിനു കൊന്നു. അതേപോലെ തന്നെ മലൈക്കോട്ടൈ വാലിബൻ, അതിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ട്, നമ്മൾ സ്പോയിലറൊന്നും തരികയില്ല, അതിൻ്റെ ഒരു അവസാനം, എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലൈക്കോട്ടൈ വാലിബൻ്റെ അച്ഛൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ആരാണ്, അതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട് അതിനകത്ത്. പിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ ജോസ് ആൻഡ് ടീം ഇത് അവസാനിപ്പിക്കുന്നത് നമുക്ക് പല ഒരു ഡൗട്ടുകളും വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യപ്പിറവി അല്ലായിരുന്നു, അമാനുഷിക ശക്തികളുള്ള ഒരു എൻറ്റിറ്റി ആയിരുന്നു. കാരണം വാലിബൻ്റെ അച്ഛൻ അഥവാ ഡാഡി, അദ്ദേഹവും അമാനുഷിക പരിവേഷം, കറക്റ്റല്ലേ മലയാള പ്രയോഗം, അമാനുഷികമായ ശക്തികളുള്ള ഒരു എൻറ്റിറ്റി ആയിരുന്നു. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു ബീങ്, ഒരു ജീവി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് സ്പോയിലറല്ല, അഗെയിൻ നോട്ട്, ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വാനോളം മലയോളം വളരാം, എലിയോളം ചെറുതാകാം എന്നുള്ള ഒരു പരാമർശമുണ്ട്. അപ്പോൾ ആരാണ് ഈ മലൈക്കോട്ടൈ വാലിബൻ്റെ അച്ഛൻ? അങ്ങനെയാണെങ്കിൽ ഈ മലൈക്കോട്ടൈ വാലിബനും മനുഷ്യനല്ലായിരുന്നു, അമാനുഷിക ശക്തിയുള്ള ഒരു ജീവിയായിരുന്നു എന്നൊക്കെയുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ ഹിന്ദു മിത്തോളജിയിലും ക്രിസ്ത്യാനിറ്റിയിലും എല്ലാ മതങ്ങളിലും ഉണ്ട് ഈ സൈസ് പർവ്വതം പോലെ വലുതാക്കാനും എലിയെ പോലെ ചെറുതാക്കാനും ശക്തിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഡീമൺസ്, രാക്ഷസന്മാർ, ഡെവിൾസ്, അവർക്കൊക്കെ അത് പറ്റും. ഏഞ്ചൽസിന് അത് പറ്റും, ക്രിസ്ത്യാനിറ്റി പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ദേവഗണങ്ങൾക്ക് പറ്റും. ഓക്കെ, പിന്നെ ഈ അത്ഭുത ശക്തികളുള്ള ഇവർ മനുഷ്യ സ്ത്രീകളുമായി കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തതികളും ഇതുപോലുള്ള മാനുഷിക ശക്തികളുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കഥകളാണേ, കെട്ടുകഥകളാണ്, നമുക്കറിയത്തില്ല, ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ. അവരാണ് ഇപ്പോഴത്തെ ജയൻസ് എന്നൊക്കെ പറയാം. ജയൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ നീളമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ കാണുന്ന നീളമുള്ള ആളുകളൊക്കെ ഡെവിൾസും സാത്താനും ഏഞ്ചലും ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ കഥയാണിത്, കഥ. മലൈക്കോട്ടൈ വാലിബൻ. അപ്പോൾ ചോദ്യം ഇതാണ്, സത്യത്തിൽ മലൈക്കോട്ടൈ വാലിബൻ്റെ അച്ഛൻ ആരാണ്? എന്താണ് ലിജോ ജോസ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു രണ്ടാം പാർട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചോദ്യത്തോടു കൂടി ഞാനിത് അവസാനിപ്പിച്ച് ഇനി ജനങ്ങളുടെ, നാട്ടുകാരുടെ പ്രതികരണം അറിഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ രണ്ടാം പാർട്ടും മൂന്നാം പാർട്ടും നാലാം പാർട്ടും അഞ്ചാം പാർട്ടും ഒക്കെ ഇറക്കണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ കേട്ടോ. ഓക്കെ, പോയി ചായ കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്.